അങ്ങനെ വല്യച്ഛൻ്റെ വീട്ടിലെത്തി. വല്യച്ഛൻ്റെ വീട്ടിലെത്തിയപ്പോഴാണ് ബാലമോൾ ഓടി വന്നിട്ട് പറഞ്ഞു, മേച്ചേച്ചി ദാണ്ട ഒരുപാട് ചാമ്പയ്ക്ക അവിടെ നിൽപ്പുണ്ട്, എന്നെ എനിക്കൊന്ന് പറിച്ചു തരാമോന്ന്. ഓക്കെ, അങ്ങനെ ഞാൻ താഴെ ചെന്ന് നോക്കിയപ്പം മുകളിലാണ് കൂടുതലും ഉള്ളത്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ടെറസിലെത്തിയപ്പോൾ ആഹാ, ഇഷ്ടം പോലെ നിൽക്കുന്നു. ഇങ്ങനെ നമുക്ക് പറിച്ച് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള കുറേ പഴുത്തത്. അപ്പം ഞങ്ങൾ അങ്ങനെ വിട്ടു കൊടുക്കുകയോ ഇല്ല. ഞങ്ങൾ മൊത്തം നല്ല അതിൽ പഴുത്ത് നിൽക്കുന്ന ഒരു ഏറെക്കുറെ ഞങ്ങളൊരു പാത്രത്തിനകത്താക്കി ഞങ്ങൾ പറിച്ച് എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ബാലമോൾ എന്നുണ്ടെങ്കിൽ എനിക്ക് പാത്രമൊക്കെ പിടിച്ചു തന്ന് പറിച്ചിടാനായിട്ട്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ കളക്ട് ചെയ്ത് ഒരു ഏകദേശം ഈ ഒരു പാത്രം നിറയെ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്ക് ഇത്രയും എടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും അല്ല, താഴെ കുറേ ആൾക്കാരുണ്ട്, വലിയച്ഛനും മക്കളും എല്ലാവരും ഉണ്ട്. അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഏകദേശം ഞങ്ങൾ പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതെല്ലാം പറിച്ചെടുത്തതുമായിട്ട് ഞങ്ങൾ താഴെ പോയി നന്നായിട്ട് അത് ക്ലീൻ ചെയ്ത് നല്ല വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ട് പൊടിയും പുഴും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം പോട്ടെന്ന് കരുതി ഞങ്ങൾ അതെല്ലാം നന്നായിട്ട് വാഷ് ചെയ്ത് എല്ലാം സെറ്റാക്കി പോയി ഉപ്പും മുളക് പൊടിയും എല്ലാം എടുത്ത് മിക്സ് ചെയ്ത് ഒരു പാത്രത്തിനകത്താക്കി രണ്ടുമായിട്ട് ഞങ്ങൾ അന്ന് പൊട്ടിച്ച് ബാലമൂക്ക് തന്നെ ഫസ്റ്റ് ഞാൻ ടേസ്റ്റ് ചെയ്യാനായിട്ട് കൊടുത്തു. കാരണം ഫസ്റ്റ് വന്ന് പറഞ്ഞതേ ഞങ്ങളുടെ ബാലക്കുട്ടി. അപ്പോൾ ബാലക്കുട്ടിക്ക് ഫസ്റ്റ് കൊടുത്ത് ഞങ്ങൾ അങ്ങനെ കഴിച്ച് എല്ലാവരുമായിട്ട് ഇരുന്ന്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.